സത്യത്തിൽ അങ്ങനെ ക്രിയേറ്റീവായ ഒരു തലമുറയുടെ ബുദ്ധിയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഇരുന്നിട്ട് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവൻ മരണ കളിയില്ല, ആ കോറിഡോറിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് പന്തൊക്കെ. അല്ല, ഈ പറഞ്ഞ പോലെ പണ്ട് വട്ടുകളി ഉണ്ടായിരുന്നു, കുട്ടിയും കോലും, അല്ലെങ്കിൽ സാറ്റ് കളി, ഒളിച്ചു പാത്ത് കളി, ഇതൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ പല പല കളികളുണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ. ഇപ്പോൾ അത് അങ്ങനത്തെ ഒരു കളികളുണ്ടോ, അല്ലെങ്കിൽ കളി സ്ഥലങ്ങളുണ്ടോ കുട്ടികൾക്ക്? അല്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കളികൾക്കൊക്കെ നമുക്ക് വീടിന് ചുറ്റുള്ള പറമ്പും അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ മൈതാനം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ടർഫിലേക്ക് ഒതുങ്ങി. ടർഫിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള കളികളല്ലേ, അല്ലേ? ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ. ഇപ്പോൾ കുട്ടികളെ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ സ്പോർട്സിലേക്ക് വിടുന്നത് തന്നെ ഭാവിയിൽ അവർ അതിൽ നിന്ന് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണ്ട് അതൊരു പ്രൊഫഷനായിട്ട് എടുത്ത് ആ രീതിയിലൊക്കെയാണ്. നമ്മളൊക്കെ കളിക്കാൻ പോയിരുന്നത് ജീവവായുവായിട്ടാണ് കളിക്കാൻ പോയിരുന്നത്, അല്ലേ? കളിയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പായിരുന്നു സ്കൂളിൽ പോയിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ എണീറ്റ് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ശനിയാഴ്ചയൊക്കെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച വൈകുന്നേരം തിരിച്ച് വീട്ടിൽ കയറും. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ ഇപ്പോഴും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ കളിസ്ഥലങ്ങളും ഒക്കെ ഉണ്ട്, കുറച്ചുകൂടി ഇങ്ങോട്ട് ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ അപേക്ഷിച്ച്, കൊച്ചിനെ ബാക്കിയുള്ള ടൗണിലെ അപേക്ഷിച്ച് കുറച്ചുകൂടി അധികം അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു സ്റ്റാറ്റസിന്റെ പ്രശ്നമായി കുട്ടികൾക്ക് തന്നെ. നമുക്ക് ആ സാധനം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ, സ്റ്റാറ്റസ് ഒന്നും ഇല്ല. അതിന്റെ ഒപ്പം തന്നെ എന്താ പറയുമോ, ഇപ്പൊ കുട്ടികളുടെ കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പാരന്റ്സ് നിർബന്ധിച്ച് വിടേണ്ട അവസ്ഥയായി. മറ്റേ നിർബന്ധിച്ച് അടിച്ച് നമ്മളെ വീട്ടിൽ കേട്ടുകൊണ്ടിരുന്ന പാരന്റ്സ്. എനിക്കിപ്പോഴും അറിയാം, അമ്മയൊക്കെ പറയും കോഴി വരെ കൂട്ടിക്കേറി വൈകുന്നേരം 6 മണിക്ക്. ഇപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഹെൽത്ത് ഭയങ്കര, മെറ്റബോളിസം ഭയങ്കര, ഒന്നാമത് ഫുഡ് ഹാബിറ്റ്സ് വളരെ മോശമാണ്. പ്ലസ് ഒരു എക്സസൈസും കൂടെ ഇല്ലാണ്ടിരിക്കുമ്പോൾ കുട്ടികളെ എവിടെ പോയിട്ട് എക്സസൈസ് ചെയ്യുക? ഇപ്പം ഞാൻ താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റിൽ അവിടുത്തെ കുട്ടികൾ അവിടുത്തെ മുറ്റത്ത് ഓടി കളിക്കാൻ പാടില്ല എന്ന് നിയമത്തിൽ ആവശ്യമില്ലല്ലോ. അല്ല, അവിടെ ഓടിക്കളിക്കാൻ പാടില്ല എന്ന് അപ്പൂപ്പന്മാർ നിയമമിട്ടിട്ടുണ്ടായിരുന്നു. ഈ 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികളെ ഓടിക്കളിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് വീടിന്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, പുറത്തോട്ട് പോകുമ്പോഴാണല്ലോ ചീത്തയായി പോകുന്നത്. കൂട്ടുകൂടി പുറത്തോട്ട് ഇറങ്ങി രാത്രിയൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചീത്തയായി പോകുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പാരന്റ്സ് വീടിന്റെ അകത്തിരുത്തി. അപ്പൊ വീടിന്റെ അകത്തിരുത്തുന്നതാണ് ഏറ്റവും വലിയ അപകടം എന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം ഒരു ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സൗഹൃദങ്ങൾ വേണമെങ്കിൽ ഏത് രാജ്യത്ത് നിന്ന് വേണമെങ്കിലും പിടിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഒരു പ്രശ്നമില്ല. ഒരു സമയത്ത് ഓർക്കുന്നുണ്ടോ, ഒരു 90s 2000 ഒക്കെ കഴിഞ്ഞ സമയത്ത് വീട്ടുകാർ ഭയങ്കര പ്രസ്റ്റീജ് ആയിട്ട് പറയുന്നു എൻ്റെ മോൻ ഗെയിം കളിച്ച് അവിടെ ഇരിക്കുകയുള്ളൂ എന്ന്. ഇപ്പൊ വീട്ടുകാർക്ക് പേടിയാണ്, ഇവരിത് എന്ത് ഗെയിമാണ് കളിക്കാൻ പോകുന്നത്, ഇതിൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് പോയിരുന്നെങ്കിലെന്ന്. ആ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും നമ്മുടെ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫുട്ബോളും ഹോക്കിയും ക്രിക്കറ്റും മാത്രമല്ലാണ്ട് പഴയ ഓടിത്തൊട്ട് കളി, സാറ്റ് കളി, പിന്നെ കുട്ടിയും കോലും, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ചട്ടിപ്പന്ത് എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചർ ആയ ഒരു ഗെയിമുണ്ട്. ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിട്ട് അത് എറിഞ്ഞു പിടിക്കാൻ, എന്താ തിരിച്ച് കിട്ടുന്നവരെ അത് വെച്ച് ഏറായിരിക്കും. ഏറുപന്തും ഞങ്ങളൊക്കെ എന്റെ കൊച്ചുകാലത്ത് സ്കൂളിൽ വെച്ച് തന്നെ നമ്മൾ ഈ കിട്ടുന്ന റബ്ബർ ബാൻഡ് എല്ലാം ചുറ്റി വെക്കും. അത് ഫുൾ റബ്ബർ ബാൻഡ് കിട്ടുന്ന എവിടുന്നൊക്കെ കിട്ടും റബ്ബർ ബാൻഡ് അതെല്ലാം ചുറ്റി വെച്ചിട്ട് ഇത് വെച്ച് എറിയും. നമ്മൾ ഡ്രസ്സൊക്കെ കൂടുമ്പോൾ പുറത്ത് ഇങ്ങനെ ചുവന്ന വട്ടം കാണാം. പക്ഷെ അത് സംഭവം തന്നെയുണ്ടല്ലോ, ഇത് ഓടുക, ഇതെങ്ങനെ മാറണം, ഈ സ്കില്ല്, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ അതുപോലെ അന്ന് കളിച്ചിരുന്നപ്പോൾ ജെൻഡറും പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് പറയുമ്പോൾ ഏട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും ഉണ്ട്. ബെസ്റ്റ് പ്ലെയർ ആരാന്നുള്ളതല്ല, അത് ഏത് ജെൻഡർ ആണെന്നുള്ളതല്ല. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം, പെൺകുട്ടികളുടെ തെറാപ്പിക്കുന്ന ഒരു കേസാണ്. അതായത് ആ കൊച്ചിന് 6-7 വയസ്സുള്ളൂ. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ഇപ്പോഴത്തെ മെയിൻ ഹാബിറ്റ് അതാണല്ലോ, പാരന്റ്സ് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുക, ഗെയിം വെച്ച് കൊടുക്കുക. ജനിക്കുന്ന മുതലേ കുഞ്ഞുങ്ങൾക്ക് ഗെയിം. അപ്പൊ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്നോളും. ഇവർക്ക് അത് കണ്ടില്ലെങ്കിൽ അപ്പൊ അതിന് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കുട്ടികളാണ്. അടിച്ചു പൊട്ടിക്കുക, ചീത്ത വിളിക്കുക, കരയുക. കുട്ടികൾക്ക് എന്താണോ കാണിക്കാൻ പറ്റുന്ന, പണ്ട് കാലങ്ങളിൽ ഇത് വലിയ ടോയ്സ് കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ മിഠായി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലോ കാണിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഇപ്പൊ അത് തിരിഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് കളറുകൾ കൃത്യമായി സെൻസ് ചെയ്യാൻ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഈ ടോയ്സ് കൊടുക്കുമ്പോൾ ദേഷ്യം, കുഞ്ഞിന് എന്താ പറയുക, മൊത്തത്തിൽ കുഞ്ഞിൻ്റെ ക്യാരക്ടർ മാറിപ്പോയി. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗെയിം കാണുമ്പോൾ ജീവനുള്ള ക്യാരക്ടറാണല്ലോ മുഴുവനും. കാറിന് ജീവൻ,
ഭക്ഷണത്തിന് ജീവൻ, ഈ കളറുകൾ ഭയങ്കര കളറുകൾ. അപ്പോൾ കുഞ്ഞിനോട് ഈ ബ്ലൂ കളർ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് അതല്ല ബ്ലൂ, കുഞ്ഞിൻ്റെ ബ്ലൂ എന്ന് പറഞ്ഞാൽ ആ എന്താ പറയുക ഡിസ്പ്ലേയിൽ നിന്ന് അടിച്ച് വരുന്ന കളർ ഉണ്ടല്ലോ, ആ അത്രയും ഡാർക്ക് ബ്ലൂ ആണ്. കുഞ്ഞിൻ്റെ കണ്ണ് അതുപോലെ ആയിപ്പോയി, മനസ്സിലായോ? അപ്പോൾ കുഞ്ഞിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ടോയ്സുകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ഇതിനൊന്നും ജീവനില്ല, ഭയങ്കര ഇഷ്യൂ, ക്യാരക്ടർ മാറിയപ്പോൾ കൊച്ചു മിണ്ടുന്നില്ല. ഇപ്പോഴേ കുഞ്ഞ് വിഷാദത്തിലോട്ട് കടന്നു. അപ്പോൾ ഓൾറെഡി അത് മെഡിക്കലായിട്ട് തന്നെ എടുക്കേണ്ട കാര്യം ആ സാധനം. അപ്പോൾ ഒന്ന് ആലോചിച്ച്, കുഞ്ഞുങ്ങളുടെ ഒരു അപകടമായി പാരൻസ് എപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ കയ്യിലാണ് എന്തെങ്കിലും ടോയ്സ് വന്നുകൊണ്ടിരുന്നത്, അതിന് നമ്മൾ തന്നെ ജീവൻ വെപ്പിക്കുക, നമ്മുടെ ഇമാജിനേഷൻ വളർത്തുക. ഇപ്പം അതില്ല. ഇപ്പോൾ ഓൾറെഡി ഇമാജിനേഷൻ എല്ലാം കൊടുത്തിട്ടാണ് വീഡിയോ നമ്മളിലോട്ട് വരുന്നത്. ഇനി നമ്മളത് കണ്ടാൽ മാത്രം മതി. നമുക്ക് ഒരു ഇമാജിനേഷൻ സ്കില്ല് വളരാനായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലി ഇൻവോൾവ് ചെയ്യുന്ന പരിപാടികൾ കുറവാണ്. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചില സ്കൂളുകളിൽ അത് മാറ്റി വരുന്നുണ്ട്. കാരണം കളിക്കേണ്ട സമയത്ത് കളിക്കണം, ഓടേണ്ട സമയത്ത് ഓടണം. പണ്ട് ഈ പറഞ്ഞ പോലെ സ്കൂളിലെ PT ടീച്ചർ ഒരു ദിവസം ലീവ് ആണെങ്കിൽ അപ്പൊ ഇംഗ്ലീഷിന്റെയോ മാത്സിന്റെയോ അവർ വന്നിട്ട് പറയും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. PT ടീച്ചർ ക്ലാസ്സിൽ വരരുത് എന്നാണ് അവരുടെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ പുറത്തിറങ്ങി കളിക്കായിരുന്നു. ഇന്റർവെല്ലിന്റെ 10 മിനിറ്റിന് ഒരു ജീവൻ മരണ കളിയില്ല, ആ കോറിഡോറിൽ കൂടെ കെട്ടിട്ട് പന്തൊക്കെ അപ്പൊ കിട്ടി, അവിടെയുള്ള പഴയ കടലാസും ഒക്കെ കൂടെ കെട്ടിപ്പൂട്ടിയിട്ടുള്ള, അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതാണ് അതിൽ ഏറ്റവും പാഡ് ഉണ്ടല്ലോ, പാഡ് ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിക്കുക, വൺ ടച്ച് ക്രിക്കറ്റ് കളിക്കുക. എന്നപ്പോ ക്രിക്കറ്റ് അതൊക്കെ വന്നേ, ഞാനൊക്കെ കളിക്കുന്ന സമയത്ത് മടൽ ഉപയോഗിച്ചിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. മടൽ ഉപയോഗിച്ചിട്ട് മറ്റേ സ്റ്റംപ് എന്ന് പറഞ്ഞാൽ 3 വേറെ 2-3 മടൽ കൊന്നക്കമ്പ് അല്ലെങ്കിൽ മറ്റേ മടൽ ഇങ്ങനെ ചാരി. നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടെ. കാരണം ഒരു കല്ലിന്റെ 2 കല്ല് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഈ സാധനം വെച്ചാൽ അത് അവിടെ നിൽക്കും എന്നുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പൊ ഈ സ്റ്റംപ് സ്റ്റാൻഡ് അങ്ങനെ കൊണ്ടുവയ്ക്കുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ക്രിയേറ്റിവിറ്റി ഒന്നും വരുന്നേ ഇല്ല. അപ്പൊ അത് ശരിക്കും നമ്മളിപ്പോ ക്രിയേറ്റിവിറ്റി കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓരോന്നും ചെയ്യുന്നു, നമ്മൾക്കത് സ്വാഭാവികമായിട്ട്. അന്ന് ആ സമയങ്ങളിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന ടോസിങ് രീതികളുണ്ട്. അതായത് നമ്മുടെ ബാക്കിൽ ഒരാൾ നമ്പർ കാണിക്കും, രണ്ടാമത് 3 1 അതാരാണെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ ഏതെങ്കിലും ഒരു ഇല എടുത്തിട്ട് കയ്യിൽ വെക്കും. ഇത് ആദ്യം പറയുന്ന ആള് ഒന്നാമത്, രണ്ടാമത്, ഇങ്ങനെ ടേൺ അടിക്കുക. ഇങ്ങനെ കുറെ ഒത്തിരി ആൾക്കാർക്ക് പല പല രീതികളുണ്ട് ടോസിങ്ങിന്. ഇതൊക്കെ ഇവരുടെ ഇമാജിനേഷനും. ഇപ്പൊ നമ്മൾ ഈ കുട്ടികൾക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞ സാധനം കാണിക്കും. ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ ചെറിയ കുട്ടികളായിരുന്നു അപ്പോൾ ട്രഷർ ഹണ്ട് നമ്മൾ കളിച്ചിട്ടുണ്ട്. ഒരാളുടെ കയ്യിലൊരു ഇലയോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു മഞ്ചാടിക്കൂര എവിടെയെങ്കിലും പൂഴ്ത്തി വെച്ചിട്ടുണ്ടാവും. അത് സെൻസ് ചെയ്ത് കണ്ടുപിടിക്കണം, ചൂട് തണുപ്പ്. ചൂട് തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലം ഒളിപ്പിച്ചു വെക്കും, എന്തെങ്കിലും സ്ഥലം ഒളിപ്പിച്ചു വെക്കും. അത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്ന ക്ലൂ ഒന്നുമില്ല. പോയിട്ട് നമ്മൾ അടുത്തെത്തുമ്പോഴത്തേക്ക് ചൂടാണെന്ന് പറയും, തണുപ്പ് ഇല വെച്ചിട്ടുള്ള ഗെയിമിൽ നമ്മൾ കണ്ണടച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ ബാക്കി സെൻസുകൾ അപ്പം വർക്ക് ചെയ്യാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ സെൻസിന് മുഴുവൻ ഉയർത്താനുണ്ടായിരുന്ന സംഭവങ്ങളായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പം 50,000 5,000 രൂപ 6,000 രൂപ ഫീസ് കൊടുത്തിട്ട് സമ്മർ ക്യാമ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സാധനം കളിക്കാൻ. അല്ല, ഈ പറഞ്ഞ പോലെ പണ്ട് വട്ട് കളി ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ? വട്ട് മാർബിൾ ഗെയിം എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് കളിക്കുക. പിന്നെ ഞങ്ങളുടെയൊക്കെ കൊച്ചു നാളുകളിൽ ഈ മറ്റേ ഇവരുണ്ടല്ലോ, നമ്മുടെ മുതിർന്നവരൊക്കെ കളിക്കുന്ന കളിയാണ് തായം കളി എന്ന് പറയും. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പോലും കാണത്തില്ല. പക്ഷെ അതൊക്കെ ഒരു സ്കില്ലാണ്, എങ്ങനെ ഒരു നാക്കാണ്, എങ്ങനെ സ്പിരിറ്റ് വളർത്താൻ വേണ്ടിട്ട് ടീം സ്പിരിറ്റ്, നമ്മളെങ്ങനെ ടീമിനെ ലീഡ് ചെയ്യണം, ഇതൊക്കെ ഓട്ടോമാറ്റിക് ഒരു സാധനം. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ റബ്ബർ ഇല്ലെങ്കിൽ നമ്മുടെ ഒട്ടുപാലിന്റെ സാധനം വലിച്ചെടുത്തിട്ട് റബ്ബറാക്കി അത് പാലിൽ മുക്കി അത് കട്ടയാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു പക്ഷേ നമ്മൾ ഇനി മുന്നോട്ട് അങ്ങോട്ട് ജീവിതത്തിലാണെങ്കിൽ നമുക്ക് ഇല്ല എന്ന് തോന്നുന്ന ഒരു പോയിന്റ് ഇല്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിപ്പോ എന്തിനാ ആൾക്കാർ ഇപ്പത്തെ കുട്ടികളുടെ പ്രശ്നം എന്താ, ഇവർക്ക് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കണം. മറ്റേത് നമുക്കൊരു വണ്ടി വാങ്ങിച്ചെന്നില്ലെങ്കിൽ അപ്പൊ തന്നെ എടുക്കുക, ഉജാരകുപ്പി വെട്ടാ, ചെരുപ്പ് വെട്ടാ, വണ്ടി ആക്കിയ ഇനി ആ വണ്ടിനെ പിന്നെ മോഡിഫൈ ചെയ്ത് ലോറിയൊക്കെ ആക്കി മാറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം അല്ലേ ഈ സാധനം. ഒരു പക്ഷെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ പോകണം വിചാരിക്കാം, ഇപ്പത്തെ കുട്ടികൾക്ക് വിചാരിക്കാം നിങ്ങൾക്കൊന്ന് ഫെസിലിറ്റി ഇല്ലായ്മ. സത്യത്തിൽ അങ്ങനെ ക്രിയേറ്റീവായ ഒരു തലമുറയുടെ ബുദ്ധിയാണ് ഇപ്പത്തെ കുട്ടികൾ ഇരുന്നിട്ട് ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. അതെ, അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു അല്ല ഇവരുടെ ഇപ്പത്തെ കുട്ടികളുടെ പറയുന്നത് എന്താ, അതായത് നമുക്ക് അന്ന് കാലത്തെ ഫെസിലിറ്റി ഇല്ലായ്മ കൊണ്ടാണ് നമ്മളിതൊന്നും ചെയ്യാതിരുന്നത്. പക്ഷെ ഇല്ല, അന്നത്തെ ഇപ്പൊ ദിവ്യ പറഞ്ഞ ഭയങ്കര കറക്റ്റ് പോയിന്റ്, അന്നത്തെ ക്രിയേറ്റിവിറ്റിയാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ഗെയിമും. ശരിയല്ലേ? പണ്ട് നമ്മൾ അവിടെ ഇരുന്ന് ഈ ഒളിച്ചും പാത്തും മറ്റേ തോക്ക് സാധനമൊക്കെ വെച്ച്
വെടിവെച്ച് കളിച്ചതും എല്ലാം ഇന്ന് മൊത്തം ഗെയിമായിട്ട് കൺവേർട്ട് ചെയ്ത്. അപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ നാളെ ഒരിക്കലും എവിടെയെങ്കിലും ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ വന്ന ആളുകൾക്ക് അറിയാം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പുതിയ കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്തെടുക്കാം എന്നുള്ള സാധനം അറിയാം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കംഫർട്ട് സോണിൽ അവർ ഓക്കെ, അവർക്ക് ആഡ് ഓൺ ഇല്ല, അവരുടെ മുന്നിൽ എന്ത് കിട്ടുന്നോ അല്ല കംഫർട്ട് സോണിൽ അവർ ഓക്കെയാ, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ലോകത്തിലെ പല കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. അപ്പോൾ നമുക്ക് റീല് അല്ല, അവരുടെ കംഫർട്ട് സോണിൽ പുറത്തുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും ഒക്കെ പോവാണ്. ഒരു ഇഷ്യൂ വരികയോ ഒരു പ്രോബ്ലം വരികയോ അല്ലെങ്കിൽ ഒരു കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നത് ഒരു സാധനം സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവർക്ക് അറിയില്ല, കാരണം ഇവരുടെ വീട്ടിലത് ശീലിച്ചിട്ടില്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ശീലിച്ചിട്ടില്ല. ഇവരുടെ വിചാരം എന്താ പറയുക, ഇപ്പോൾ ലോകത്തുള്ള പല കാര്യത്തിൻ്റെ ഇൻഫർമേഷൻസും തലയിൽ കയറ്റി വെച്ചിട്ട് അത് നമ്മളങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിവുണ്ടാവുന്നുള്ള തെറ്റുകാരനെയാണ്. അത് നമ്മുടെ ഒരു ഇൻഫർമേഷൻ കളക്റ്റീവ് മാത്രമേ ഉള്ളൂ. അത് പറയുന്ന ഒരാൾക്ക് വേണമെന്ന് ആവശ്യമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഗെയിമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല, കാരണം എനിക്ക് താല്പര്യമില്ലാത്തൊരു പരിപാടി ഗെയിം. പക്ഷേ ആ മേഖലയിൽ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്.